ഇറങ്ങ 3 4 4:30. മെല്ലെ 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 മെല്ലെ. മക്കളെ അമ്മമാരെ ഉണ്ണിക്കുട്ടവിടെ ഇതെന്റെ വൈഫ് ഹൗസ് ആണേ. ഒരു 5 മിനിറ്റ്. അച്ഛമ്മ ചേർത്തി കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടേക്കും. മക്കളൊക്കെ അകത്തേക്ക് പൊക്കോളേട്ടാ. ഉണ്ണിക്കുട്ടിനെ അച്ഛമ്മ ചേർത്തിക്ക് എന്നെ മനസ്സിലായോ? നമ്മുടെ ഈ ആലീസിനെ കെട്ടിയോ ലോറൻസ്. എങ്ങനെ ഓർമ്മ കാണാനാ? കല്യാണത്തിനെന്ന് കണ്ടതാ. ഞങ്ങള് ചേട്ടത്തിയെ കാണാൻ സന്തുഷ്ട കുടുംബത്തോടെ എത്തിയതാ. നീ കോളൊപ്പിച്ചില്ലടി മോളെ. ഇത് എത്രാമത്തെ മാസാണ്? 8 കഴിഞ്ഞു. 8 കഴിഞ്ഞാ? ഇനി ആലീസിന്റെ പ്രസവം കഴിഞ്ഞേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ചേട്ടത്തി നേഴ്സായോണ്ട് എനിക്കിനി ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ വയറ് നിറഞ്ഞു നിൽക്കുന്ന കാര്യം നീ നേരത്തെ എന്താ അറിയിക്കാഞ്ഞേ? അമ്മച്ചി എന്ത് വർത്തമാനായി പറയുന്നേ? എല്ലാ വർഷവും മെയ് മാസം ഇവള് പ്രസവിക്കാറുള്ളതല്ലേ. ഒരു മെയ് മാസ പുഷ്പമല്ലേ ഇവള്. കല്യാണം കഴിയുന്നവർ ഈ പ്രക്രിയക്ക് എന്തെങ്കിലും വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ടോ? സർക്കാർ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓ, നിയന്ത്രണം ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ചേർത്തി. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഞാനിപ്പോ ഡ്യൂട്ടിയിലാ. ഒറ്റപ്പാലത്തേക്ക് ഒരു ശവം കൊണ്ടുപോകുന്ന വഴിയാ. ഒരു ടാക്സി പിടിച്ച് പോരാമെന്ന് പറഞ്ഞതാ, കേക്കണ്ടേ? ഒന്ന് പോടി അവിടുന്ന്. ടാക്സി നീ അതിൽ കയറിയിരുന്ന് കുലുങ്ങിയിട്ട് വേണം ഇതങ്ങ് പോവാൻ. മക്കളെ, അച്ചാമ്മേന്റെ ഗൾഫിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കടാ. അപ്പച്ച ശവം കൊണ്ട് കൊടുത്തിട്ട് വരുന്ന വഴിക്ക് മുട്ടായ മേടിച്ചുകൊണ്ട് വരാം. എടി ഒരു 5-6 കരിമീൻ മേടിച്ച് വറുത്ത് വെച്ചാൽ അളിയന്മാരോട് ഞാൻ വന്നിട്ട് ഊണ് കഴിക്കാമെന്ന് പറയണം. ചേട്ടത്തെ ബാക്കി വിശേഷം വന്നിട്ട് പറയാം. വരട്ടെ. ഒരു അകത്തേക്ക് പോണം. അയ്യേ, അയ്യോ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ചേട്ടൻ നിങ്ങൾ വന്നേ. തീർന്നില്ലെന്നേ അച്ചോ. ഇത്രയും വലിയ പാവങ്ങളൊക്കെ ചെയ്തു കൂട്ടിയാൽ ഞാനെങ്ങനെ പാപജനം തരുന്നത്? അത് കൊള്ളാവല്ല അച്ചോ. ചെയ്ത പാവങ്ങളല്ലേ നമ്മ പറഞ്ഞിട്ടുള്ളു. ഇനി ചെയ്യാൻ എത്ര കിടക്കണ്? 10 സ്വർഗസ്ഥനായേം 10 നന്മറിഞ്ഞറിയാൻ ചൊല്ലിയതുകൊണ്ടൊന്നും കോഴിപ്പള്ളിയിലെ പാവം തീരില്ല. പിന്നെ അവരാജ് ചേട്ടൻ 24 മണിക്കൂർ അത് തന്നെ ചൊല്ലി നടക്ക്. എന്തെങ്കിലും ഒന്ന് ഭേദപ്പെടുത്തി താ എന്റെ പൊന്നച്ചോ. റിഡക്ഷൻ തരാൻ ഇതെന്താ തുണിക്കച്ചോടോ? എന്റെ അവരാജ് ചേട്ടാ, പശ്ചാത്താപവും പ്രായശ്ചിത്തമൊക്കെ ആദ്യം മനസ്സിലാവുണ്ടാകേണ്ടത്. പകയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ നിന്ന് മാറ്റാതെ കുമ്പസാരിച്ച് കുർബാന കൈകൊണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം കാട്ടുങ്ങക്കാരായിട്ടുള്ള വഴക്ക് രമ്യത്തിലേക്ക്. അച്ഛൻ വേറെ വർത്താനം പറഞ്ഞാ മതി. അത് മാത്രം നടക്കൂല. അവരാജ് ചേട്ടാ, ഒന്ന് നിന്നേ അവരാജ് ചേട്ടാ. അച്ഛൻ അറിയാവല്ല, കാട്ടുങ്കല വർക്കിച്ച മരിക്കണതിന് മുമ്പ് തുടങ്ങിയതാ ഞങ്ങൾ തമ്മിലുള്ള കൃഷിഭൂമി സംബന്ധിച്ച കേസ് തർക്കവും. പഴയ കേസ് കുത്തിപ്പൊക്കി എന്നെ കോടതിയിൽ കയറ്റിയത് ഇപ്പോഴത്തെ ഈ അന്തോണിയാണ്. കോടതി വിധി വന്നപ്പോഴേ എനിക്ക് നഷ്ടപ്പെട്ടത് 1-2 ഏക്കറല്ല, 10 ഏക്കറാണ്. ചങ്കുവേനുണ്ടച്ചോ. അന്ന് തുടങ്ങിയതാ ഞങ്ങൾ തമ്മിലുള്ള ഈ പകയും പോരും. പാട്ടത്തിനെടുത്ത ഭൂമിയല്ലേ നിങ്ങൾ വിട്ടുകൊടുത്തത്? അച്ഛൻ അല്ലെങ്കിലും ആ കാട്ടുകാരുടെ പക്ഷത്താ. എനിക്കറിയാം, നല്ലപോലെ അറിയാം. ഞാൻ നീതിയുടെ പക്ഷത്താ. കോടതി വിധി ന്യായമാണെന്നാണ് ഇടവക്കാര് മുഴുവൻ പറയണത്. ആഹാ, ക്രിസ്തു ജനിച്ചിട്ടില്ലാന്ന് ഇടവക്കാര് മുഴുവൻ പേര് കൂടി പറഞ്ഞ അച്ഛൻ അങ്ങനെ സമ്മതിച്ചു കൊടുക്കുക. അച്ഛൻ എന്നെ കൊണ്ട് വേറെ വർത്താനൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. കാട്ടുകാരുമായിട്ട് ശത്രുത അങ്ങനെ തീരാൻ പോണില്ല. ഓ, ഇങ്ങനെ പോയാൽ അവരാജ്യം നരകത്തിന്റെ അടിത്തട്ടിലേ പോവുള്ളൂ. മതിയച്ചോ മതി. നമ്മ അവിടെ ഏതെങ്കിലും ചെകുത്താന മണിയടിച്ച് ഒരു ചെറിയ AC റൂം സംഘടിപ്പിച്ച് സുഖമായിട്ട് കഴിഞ്ഞോളാം. നമ്മക്ക് അവിടെ വെച്ച് കാണാൻ കേട്ടാ. അച്ഛനിപ്പോ ഏതെങ്കിലും പുണ്യാളനെ നോക്ക്. അതിനൊന്ന് പിടിക്കടി മോളെ. എന്റെ അമ്മച്ചിനെ പിടിച്ചല്ലേ അതും ചാടും. മിണ്ടാതെ വണ്ടി തല്ലി മനുഷ്യ. അങ്ങനെ പോയത് എന്റെ കുട്ടപ്പായച്ചായ വന്നടാ. കട്ടപ്പനും കുട്ടപ്പായാലും മേൽക്കുറ്റാനും വന്നു കൊറേ ആടും കൂടെ കളിക്കാതെ നല്ലെടുത്ത് കുമ്പലിന് എന്റെ ഈശോ
എന്താണ് കുട്ടപ്പ ഈ ആട് കോഴിയൊക്കെ ഞങ്ങളെ അതെ കുടുംബമായിട്ട് പോന്നപ്പോ ഇങ്ങളെയും കൊണ്ട് കൊണ്ടുവന്നു. അവിടെ നിർത്തിയാൽ ആരാ പറ്റക്ക് തീറ്റ കൊടുക്കാൻ? എന്റെ ദൈവമേ, എന്റെ നാത്തോന് ക്ഷീണാണല്ലോ. അതെന്നാ പറ്റി? കൊയ്ത്ത് കഴിഞ്ഞതല്ലേ, പിന്നെ ക്ഷീണിച്ചിരിക്കുവാ. ഞാനൊന്നും ചെയ്തില്ല. ആദ്യം നിങ്ങൾ ഊഞ്ഞാലാത്തിനെ കണ്ട. എടാ മോനെ, എടാ അതിനെ ഉപദ്രവിക്കില്ലടാ. അത് നിന്നെ പോലെ തന്നെ ഒരു മൃഗല്ലേ. മൃഗൻ നിന്നെ പറ്റ എന്ത് ആടി നോക്കിയിരിക്കണം. അത് ആഴത്തുള്ളി വെക്ക്. അച്ചാമ്മയെ പിള്ളേർക്ക് വലിയ ജീവനാ. എല്ലാരും കൂടെ വരണ്ടാന്ന് പറഞ്ഞ സമ്മതിക്കണ്ടായോ? മൂത്തവൾക്ക് ഏലപ്പാറയിന്നും ഇടുക്കിന്നും ഓരോരോ ആലോചന വന്നു. ഇതിലേത് വേണമെന്നുള്ളത് നമുക്ക് കൂട് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. നാത്തും വാ. അച്ചാമ്മേ, എടാ എടാ, അതിനെ ജീവനോട് കൂടി എനിക്ക് തിരിച്ചു കിട്ടോ? ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ആടിനെ പൊക്കലെന്നോ നോക്കിയതാ. എടാ പിന്നെ എന്തിനാണ് ആട് കരഞ്ഞത്? അപ്പൊ പിന്നെ പൊക്കൽ കാണാണ്ടായപ്പോ ഞാൻ ആടിന്റെ വയറ്റിലെ രോമം പറ്റിട്ടു. രോമം കണ്ട പെങ്ങളെ തോറായോ? അങ്ങോട്ട് വാരി തിന്നടി. എന്റെ ഈശോയേ, എന്റെ നടുവ്. എന്താ വാട വരാൻ? എന്താ ഇവന് ചെവി കേൾക്കല്ലേ? അപ്പുറത്ത് ബാൻഡ് വായന നടക്കുകയല്ലേ, അതുകൊണ്ടാ ചെവി കേൾക്കാൻ പാടില്ലാത്തത്. ഊത്തൂത്താടാ. അവന്റെ നീ അവിടെ ഇന്ന് ഊണ് കഴിക്കണ കുട്ടാപ്പി. അവനവിടെ കൊടുക്കാൻ പാടെ എന്തെങ്കിലും ചെയ്തോട്ടെ. നീ ഒന്നങ്ങോട്ട് മാറി. അവനെന്റെ അവനെന്ന് ഞാൻ കൊല്ലുന്നു. പലർക്കും കയറി കിടക്കാനുള്ളതാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ജോണി മകനെ. വൈകിട്ടത്തെ കാപ്പിക്ക് മുമ്പ് ഇങ്ങാട്ടെത്തി. കാട്ടൂര് പള്ളി പെരുന്നാളിന് ഇപ്രാവശ്യം ബാൻഡ് ഞങ്ങളാണ്. ഇച്ചിരി നേരത്തെ വന്ന അച്ചാമ്മനെ കാണാം, വിശേഷം അറിയാം. പള്ളിയിൽ പെരുന്നാളിന് കൊടിയേറുന്നതിന് മുമ്പ് അങ്ങോട്ട് എത്താലോ. എന്നാണ് കൊടിയേറ്റം? വെള്ളിയാഴ്ച. അപ്പൊ നാളെ അടുത്ത മാസം അവസാനത്തെ വെള്ളിയാഴ്ച. അതുവരെ റിഹേഴ്സൽ നോക്കല്ല അല്ലേടി? എങ്കിൽ ഞങ്ങളുടെ ശവോടക്കിലൂടെ കൊട്ടിയിട്ട് പോയാ മതി. ജുവാനി മകൻ വല്ലതും പറഞ്ഞു. അല്ല, ഇനി ആഹാരം കഴിച്ചിട്ട് റിഹേഴ്സൽ എടുത്താ പോരേന്ന് ചോദിക്കുക. ഇന്നിനി വേണ്ട. എന്തേ? ഞങ്ങൾ ആദ്യത്തെ പന്തിക്ക് ഇരുന്നതാണ്. രണ്ടാമത്തെ പന്തിക്ക് ഇരുന്ന പെങ്ങൾ എന്ത് വിചാരിക്കും? വേണമെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞാ ഒന്ന് ആലോചിക്കാം അല്ലേ? തൊഴിലെടുത്ത് കളിക്കണ ഇരണം കെട്ടവനെ ഒന്ന് തന്നാലുണ്ടല്ലോ പിശാചി. കണ്ണിച്ചാ, നീ കുറച്ചേരം കളിച്ചിട്ട് വേഗം അതങ്ങ് തിരിച്ചു കൊടുത്തേക്കണം. അപ്പൊ തുടങ്ങാം മക്കളെ.